നീതിയുടെയും നന്മയുടെയും തിളക്കത്തിൽ വേറിട്ടു നിൽക്കുന്നു. ദൈവസ്നേഹത്തിനായി സ്വയം നൽകിയവർ, ജീവിത വിശുദ്ധിക്കായി പീഡനങ്ങൾ ഏറ്റുവാങ്ങിയവർ, അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ ഒട്ടനേകം വിശുദ്ധർ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നെങ്കിലും കത്തോലിക്ക സഭയിൽ വിശുദ്ധരായി നാമകരണം ചെയ്യപ്പെട്ട കുറച്ച് വിശുദ്ധരെ നമുക്കൊന്ന് പരിചയപ്പെടാം. മദർ മേരി, പരിശുദ്ധ അമ്മ. ഭൂമിയിൽ ജന്മപാപമില്ലാതെ ജനിച്ച പരിശുദ്ധ മറിയം ദൈവിക പദ്ധതിക്ക് ആമേൻ പറഞ്ഞ് ജനനം മുതൽ കുരിശുമരണം വരെ ദൈവകുമാരനോടൊപ്പം ജീവിച്ച് രക്ഷാകര ദൗത്യത്തിന്റെ ഭാഗമായ അമ്മ. സഭ പരിശുദ്ധ അമ്മയുടെ ജന്മ തിരുനാൾ സെപ്റ്റംബർ 8-നും സ്വർഗാരോപണം ഓഗസ്റ്റ് 15-നും ആചരിക്കുന്നു. മദർ മേരി, പ്രേ ഫോർ us. സെയിന്റ് ജോസഫ്, യേശുവിന്റെ വളർത്തു പിതാവ്, പരിശുദ്ധ മറിയത്തിന്റെ വിശുദ്ധിയുള്ള ഭർത്താവ്, തൊഴിലാളികളുടെ മധ്യസ്ഥൻ. ആ വിശുദ്ധ ഔസേപ്പിതാവിന്റെ തിരുനാൾ നമ്മൾ മാർച്ച് 19-നും മെയ് 1-നും കൊണ്ടാടുന്നു. സെയിന്റ് ജോസഫ്, പ്രേ ഫോർ us. സെയിന്റ് ഡൊമിനിക് സാവിയോ, അൽത്താര ബാലനായി യേശുവിനോടടുത്ത് പൗരോഹിത്യം എന്ന സ്വപ്നം പൂർത്തിയാക്കാതെ ഇഹലോകം വെടിഞ്ഞ വിശുദ്ധൻ, കുട്ടികളുടെ വിശുദ്ധൻ എന്നറിയപ്പെടുന്ന സെയിന്റ് ഡൊമിനിക് സാവിയോയുടെ തിരുനാൾ മാർച്ച് 10-നാണ് സഭ കൊണ്ടാടുന്നത്. സെയിന്റ് ഡൊമിനിക് സാവിയോ, പ്രേ ഫോർ us. സെയിന്റ് അൽഫോൻസ, കേരളത്തിലെ കുടമാളൂരിൽ ജനിച്ച് ഫ്രാൻസിസ്കൻ ക്ലാരമഠത്തിൽ ചേർന്ന് ഈശോയുടെ മണവാട്ടിയായി കഠോരമായ രോഗങ്ങളിലും മാനസികമായ വേദനയിലും ഈശോയെ കൂടുതൽ സ്നേഹിച്ചു. 1946 ജൂലൈ 28-ന് അൽഫോൻസാമ്മ തന്റെ സഹന ബലി പൂർത്തിയാക്കി. ജൂലൈ 28-നാണ് നമ്മൾ അൽഫോൻസാമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്നത്. 12/10/2008 ഇന്ത്യയുടെ ആദ്യത്തെ വിശുദ്ധ എന്ന സ്ഥാനം അൽഫോൻസാമ്മയ്ക്ക് ലഭിച്ചു. സെയിന്റ് അൽഫോൻസ, പ്രേ ഫോർ us. സെയിന്റ് മദർ തെരേസ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധ എന്ന് ജനങ്ങൾ വിളിച്ചു തുടങ്ങിയ ഇന്ത്യയുടെ പ്രിയപ്പെട്ട വിശുദ്ധ. യൂറോപ്പിൽ ജനിച്ച് ഇന്ത്യയിൽ വന്ന് മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന സന്യാസ സഭയിലൂടെ പാവങ്ങളുടെ അമ്മയെ. സെപ്റ്റംബർ 5-ആണ് സെയിന്റ് മദർ തെരേസയുടെ ഓർമ്മ തിരുനാളായി നമ്മൾ ആഘോഷിക്കുന്നത്. സെയിന്റ് മദർ തെരേസ, പ്രേ ഫോർ us. ബ്ലെസ്ഡ് കാർലോസ് അക്വിറ്റസ്, 1991 ലണ്ടനിൽ ജനിച്ച് ജപമാല ഭക്തിയിലൂടെയും മുടങ്ങാതെയുള്ള ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെയും ഈശോയിലേക്ക് അടുത്ത ആധുനിക ലോകത്തിന്റെ വിശുദ്ധൻ. സോഷ്യൽ മീഡിയ ദൈവ പ്രഘോഷണത്തിനായി ഉപയോഗിച്ച് ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത വിശുദ്ധൻ. 2006 ഒക്ടോബർ 12-ന് കാർലോസ് അക്വിറ്റസ് മരണമടഞ്ഞു. ബ്ലെസ്ഡ് കാർലോസ് അക്വിറ്റസ്, പ്രേ ഫോർ us. സെയിന്റ് സിസിലിയ, സ്വർഗരാജ്യത്തിലെ ലില്ലി പുഷ്പം എന്നറിയപ്പെടുന്ന വിശുദ്ധ. റോമിൽ ജനിച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ദൈവരാജ്യ പ്രഘോഷണത്തിനായി ഉപയോഗിച്ച വിശുദ്ധ, ദേവാലയ ഗായകരുടെ മധ്യസ്ഥ എന്നറിയപ്പെടുന്നു. നവംബർ 22-നാണ് സെയിന്റ് സിസിലിയയുടെ തിരുനാൾ ആയി സഭ ആഘോഷിക്കുന്നത്. സെയിന്റ് സിസിലിയ, പ്രേ ഫോർ us. സെയിന്റ് ഫ്രാൻസിസ് അസീസി, അസീസിയിലെ സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു. ആദ്യകാലങ്ങളിൽ ഭൗതികതയിൽ മുഴുകി ഈശോയെ തിരിച്ചറിഞ്ഞതു മുതൽ ദാരിദ്ര്യം നിറഞ്ഞ ജീവിതം സ്വീകരിച്ച് സുവിശേഷം തന്റെ ജീവിത നിയമമായി തെരഞ്ഞെടുത്തു. പരിസ്ഥിതിയുടെ മധ്യസ്ഥൻ എന്നറിയപ്പെടുന്ന വിശുദ്ധന്റെ ഓർമ്മ തിരുനാൾ ഒക്ടോബർ 4-നാണ് സഭ ആഘോഷിക്കുന്നത്. സെയിന്റ് ഫ്രാൻസിസ്, പ്രേ ഫോർ us. സെയിന്റ് മരിയ ഗൊരെത്തി, പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലതെന്ന് ലോകത്തോട് മുഴുവൻ സ്വജീവിതം കൊണ്ട് വിളിച്ചു പറഞ്ഞ ധീരപാലിക. 1890 ഒക്ടോബർ 16-ന്
ഇറ്റലിയിലെ കർഷക കുടുംബത്തിലാണ് ജനിച്ചത്. ജൂലൈ 6 വിശുദ്ധ മരിയ ഗൊരേത്തിയുടെ ഓർമ്മ തിരുനാളായി സഭ കൊണ്ടാടുന്നു. സെയിന്റ് മരിയ ഗൊരേത്തി, പ്രേ ഫോർ us. സെയിന്റ് അലോഷ്യസ്, 1568 ജനിച്ച അലോഷ്യസ് 9-ാം വയസ്സിൽ നിത്യ ബ്രഹ്മചര്യ വ്രതമെടുത്തു. ഈശോ സമാന്തമായി. പകർച്ചവ്യാധി പിടിപെട്ടവരെ ശുശ്രൂഷിക്കുന്നതിനിടെ മരണമടഞ്ഞു. യുവാക്കളുടെ മധ്യസ്ഥനായ ഈ വിശുദ്ധന്റെ ഓർമ്മ ദിവസം ജൂൺ 21-നാണ് സഭ ആചരിക്കുന്നത്. സെയിന്റ് അലോഷ്യസ്, പ്രേ ഫോർ us. സെയിന്റ് ആന്റണി, പാദുവായിലെ വിശുദ്ധ ആന്റണി 15-ാം വയസ്സിൽ അഗസ്റ്റീനിയൻ സഭയിൽ ചേർന്നു. പിന്നീട് ഫ്രാൻസിസ്കൻ സഭാംഗമായി. വിശുദ്ധനോട് പ്രാർത്ഥിച്ചാൽ നഷ്ടപ്പെട്ട സാധനങ്ങൾ തിരികെ ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. പാവപ്പെട്ടവരുടെ പുണ്യവാളനായും വിശുദ്ധൻ അറിയപ്പെടുന്നു. ഉണ്ണീശോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോനീസിന്റെ ഓർമ്മ തിരുനാൾ ജൂൺ 13-നാണ് സഭ ആചരിക്കുന്നത്. സെയിന്റ് ആന്റണി, പ്രേ ഫോർ us. സെയിന്റ് ഇഗ്നേഷ്യസ് ലയോള, സ്പെയിനിൽ പ്രഭു കുടുംബത്തിൽ ജനിച്ചു. പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും ദൈവപ്രഘോഷണത്തിനായി ജീവിതം മാറ്റിവെച്ചു. ഈശോ സഭാ സ്ഥാപകൻ, ദൈവശാസ്ത്രജ്ഞൻ എന്നിങ്ങനെ എടുത്തു പറയാൻ ഒരുപാട് വിശേഷണങ്ങൾ. സെയിന്റ് ഇഗ്നേഷ്യസ് ലയോള, പ്രേ ഫോർ us. സെയിന്റ് തോമസ്, ഭാരതത്തിന്റെ മണ്ണിൽ ഈശോയെ അറിയിച്ച യേശുവിന്റെ വത്സര ശിഷ്യൻ. നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം എന്ന തോമസ് ലീഹായുടെ വാക്കുകൾ ചെന്നൈക്കടുത്തുള്ള ചിന്നമലയിൽ വെച്ച് AD 72 നിറവേറി. ജൂലൈ 3 സെയിന്റ് തോമസ് ഡേ തുക്രാന തിരുനാളായി സീറോ മലബാർ സഭ ആചരിക്കുന്നു. സെയിന്റ് തോമസ്, പ്രേ ഫോർ us. സെയിന്റ് ആഗ്നസ്, 4-ാം നൂറ്റാണ്ടിൽ റോമിൽ ജനിച്ചു. 12-ാം വയസ്സിൽ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി യേശുവിനു വേണ്ടി രക്തസാക്ഷ്യം വഹിച്ച കുഞ്ഞു വിശുദ്ധയാണ് സെയിന്റ് ആഗ്നസ്. കന്യകകളുടെ വിശുദ്ധിയായ സെയിന്റ് ആഗ്നസ്, പ്രേ ഫോർ us. സെയിന്റ് ജിയാന, തന്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയ അമ്മയും ഡോക്ടറുമായ വിശുദ്ധ ജിയന. ഇറ്റലിയിലെ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച് വിശുദ്ധ ജിയനയുടെ തിരുനാൾ ഏപ്രിൽ 28-ന് ആചരിക്കുന്നു. സെയിന്റ് ജിയാന, പ്രേ ഫോർ us. സെയിന്റ് ജോൺ മരിയ വിയാനി, ഇടവക വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധൻ. കഴിവ് കുറഞ്ഞതിന്റെ പേരിൽ പല കൂടി പൗരോഹിത്യ പദവിയിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ടു. തന്റെ പൗരോഹിത്യം സാധാരണക്കാരുടെ കുമ്പസാരത്തിനായി മാറ്റിവെച്ച് കുമ്പസാരത്തിന്റെ വിശുദ്ധൻ എന്നുകൂടി അറിയപ്പെടുന്നു. സെയിന്റ് ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ഓഗസ്റ്റ് 4-നാണ് സഭ ആചരിക്കുന്നത്. സെയിന്റ് ജോൺ മരിയ വിയാനി, പ്രേ ഫോർ us. സെയിന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്, സക്കറിയായുടെയും എലിസബത്തിന്റെയും മകനായി ജനിച്ചു. യേശുവിൻ്റെ സമകാലികനായ വിശുദ്ധൻ. സുവിശേഷവൽക്കരണത്തിനും യേശുവിൻ്റെ സ്നാനത്തിനും പേരുകേട്ട വിശുദ്ധൻ. ജൂൺ 24-നാണ് സഭ വിശുദ്ധന്റെ തിരുനാളായി ആചരിക്കുന്നത്. സെയിന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്, പ്രേ ഫോർ us. സെയിന്റ് ചാവറ കുര്യാക്കോസ് ഏലിയാസ്, 1805 ഫെബ്രുവരി 10-ന് ആലപ്പുഴ ജില്ലയിലെ കൈനകരിയിൽ ജനിച്ചു. കേരളത്തിൻ്റെ നവോത്ഥാന നായകനായ വിശുദ്ധൻ. വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുത്ത് കേരള സാംസ്കാരിക മേഖലയെ ഉയർത്തി. കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ചാവറ സൂക്തങ്ങളിലൂടെ കുടുംബ മൂല്യങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിച്ച നമ്മുടെ സ്വന്തം വിശുദ്ധൻ. CMI സഭയുടെ സ്ഥാപകരിൽ ഒരാളാണ്. ചാവറയച്ചൻ്റെ ഓർമ്മ തിരുനാളായി ജനുവരി 3 സഭ കൊണ്ടാടും. സെയിന്റ് ചാവറ കുര്യാക്കോസ് ഏലിയാസ്, പ്രേ ഫോർ us.
ഈശോയെ, ഭൂമിയിൽ ഈ വിശുദ്ധരുടെ ജീവിതങ്ങൾ മാതൃകയായി സ്വീകരിച്ച് ഞങ്ങൾ സ്വർഗീയ ഓർസ്ലേം ലക്ഷ്യമാക്കി ജീവിക്കാൻ കൃപ ചെയ്യണമേ.